അതേപോലെ തന്നെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഓൺലൈൻ ത്രൂ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കി നമ്മളിപ്പോൾ ഈവൻ ഏത് ബ്രാൻഡാണെങ്കിലും ഒരു ഹെൽത്ത് സെക്ടറിലുള്ള ബ്രാൻഡ് ആവണമെന്നില്ല. അപ്പോൾ ഫേസ്ബുക്ക് ത്രൂ സുക്കർബർഗ് മെറ്റയായി. ഇപ്പോൾ സുക്കർബർഗിൻ്റെ ഫേസ് വഴിയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് നടത്തുന്നത്. ഇപ്പോൾ ആപ്പിൾ ഇവൻറ്റ്സ് നടത്തുന്നു, ടിം കുക്ക് വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അവിടെയും ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ട്. നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസിനോടാണ് ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലുള്ള പ്രൊഫഷണൽസും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വരുന്നു. ഇനി നാളെ ഇതിൻ്റെ ഒരു ഫർദർ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിനൊരു കേസ് സ്റ്റഡി കൂടി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂയുടെ കാര്യം കൂടിയുണ്ട്. ലെക്സ് ഫ്രിഡ്മാൻ എന്ന് പറയുന്നൊരു വ്യക്തിയും മാർക്ക് സുക്കർബർഗും കൂടി അത് കണ്ടു കാണും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ മെറ്റാവേഴ്സിലാണ് അത് കണ്ടുമുട്ടുന്നത്. അതായത് അവരുടെ തന്നെ മെറ്റാകോഡൊക്കെ അവകാശം ഉണ്ടാക്കിയിട്ട് മെറ്റാവേഴ്സിൽ അവർ സംസാരിക്കുകയാണ്. കാര്യം ഇതൊരു മെറ്റാ ക്വസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ട് സ്ഥലത്ത് ഒരേ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ അവർക്ക് സംസാരിക്കാം. അത് ത്രൂ അവതാരമാണ്, അവതാരമാണ്. അപ്പോൾ ഈ അവതാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇനി രണ്ട് സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനാരിയോ വരും ഉറപ്പായിട്ടും. പിന്നെ ആപ്പിൾ വിഷൻ വന്നു. ആപ്പിൾ വിഷൻ അതിന് ശേഷമാണ്. അപ്പം ഇത് ആ ഏരിയയിൽ കോമ്പറ്റീഷൻ, VR AR ഏരിയയിലും കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ ഭയങ്കര ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് അവിടെ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടർക്ക് തന്നെ പല പേഷ്യൻസിനെ ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ. അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നേക്കാം. അത് ഭയങ്കര ഒരു ഡോക്ടറിനെ കാണാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻ വരികയാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിരിക്കും. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളൊക്കെ കാത്തു നിൽക്കുന്നവർക്ക് നേരിട്ട് ഫസ്റ്റ് ലൈൻ ഒരു ഇത് കിട്ടും, ഹെൽപ്പ് കിട്ടും. അതിൽ 3 ടെക്നോളജിക്കൽ അഡോപ്ഷനാണ് പറഞ്ഞതുപോലെ തന്നെ മെയിൻലി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക. ഒന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലോണിങ്, വോയിസ് ക്ലോണിങ് വേണം. വോയിസ് ക്ലോണിങ്, പിന്നെ 2 അവതാർ നമ്മുടെ ഫേസ് മോർഫ് ചെയ്തെടുത്തിട്ട് അവതാർ സ്കാൻ ചെയ്തിട്ട് അവതാർസ് ഉണ്ടാക്കും, വോയിസ് ക്ലോണിങ് കൊടുക്കും. പിന്നെ 3ാമത്തത് ബിഹേവിയറൽ MI വഴി, അതായത് മെഷീൻ ലേണിംഗ് വഴി നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസും കൂടി പഠിപ്പിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു ഡോക്ടർ സംസാരിക്കുന്നത് അതുപോലെ തന്നെ AI സംസാരിക്കാൻ പറ്റും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം തന്നെ ഒരുപാട് കൺസൾട്ടേഷൻസ് നടത്താൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു ചോദ്യം വരും, ഡോക്ടേഴ്സിന് പണിയില്ലാണ്ടായി. അത് ഓൾറെഡി ഉള്ളവർ കൂടുതൽ കൺസൾട്ടേഷൻ നടത്തുമ്പോൾ ഡോക്ടേഴ്സിന് ബാക്കിയുള്ള ഡോക്ടേഴ്സിന് അതൊരു വെല്ലുവിളി ആവില്ലേ എന്നൊരു ചോദ്യം വരും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ അതിൻ്റെ മറുഭാഗത്തുണ്ട്. ചലഞ്ചസ് ഉണ്ട്, എത്തിക്കൽ ചലഞ്ചസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഫർദർ ഇനി ഭാവിയിൽ ഡിസൈഡ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അഡ്വാൻറ്റേജ് സൈഡാണ് കുറച്ചുകൂടെ കൂടുതൽ നിൽക്കുന്ന അഡ്വാൻറ്റേജ് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നീഡ് അത്രത്തോളം ഉണ്ട്. നമ്മൾ ഹെൽത്ത് സെക്ടറിൽ പേഷ്യൻറ്റിന് ഒരു ആരോഗ്യ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ തന്നെ സ്വന്തം കാര്യം ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാനും കൂടുതൽ ഇൻസൈറ്റ്സ് എടുക്കാനുമുള്ള നീഡ് അത്ര അധികം മാർക്കറ്റിൽ അല്ലെങ്കിൽ പുറത്തുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഒരു ദിവസം ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം 10 പേരെ കാണാൻ പറ്റുന്നിടത്ത് ഒരു ദിവസം 100 ചിലപ്പോൾ 500 പേരെ കാണാൻ പറ്റിയേക്കും. അപ്പോൾ അതിന് ഭാവിയിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും. ഇതൊരു നിയർ ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചേഞ്ച് ആണോ അതോ അതായത് ഡിജിറ്റൽ ലോസ് പറയുന്നത് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ് ഡിജിറ്റൽ വേൾഡ് നടക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് അല്ല ശരിക്കും പറഞ്ഞാൽ ഭാവിയിലേക്ക് വരുന്നത്. അതിനേക്കാൾ മൾട്ടിഫോൾഡായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്യൂച്ചർ പറയുമ്പോഴും നമ്മൾ ഈ ഗ്ലാസ്സിലൊക്കെ കാണുന്ന പോലെ ഫ്യൂച്ചർ ഈസ് വെരി നിയർ എന്ന് പറയുന്നവരെ പറയേണ്ടി വരും. ഭയങ്കര അടുത്ത് തന്നെ ആയിരിക്കും ഇതെല്ലാം. ഇതേപോലെ തന്നെ സർജിക്കൽ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഡയഗ്നോസിസിൻ്റെ സ്പെഷ്യാലിറ്റിയിലെല്ലാം റേഡിയോളജിക്കൽ സ്പെഷ്യാലിറ്റീസിലെല്ലാം ഇതേപോലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. എർലി പ്രിവെൻഷൻ ഓഫ് കുറേയധികം, അതായത് നമുക്ക് എർലി മാർക്കേഴ്സിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ കൊടുക്കുക, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ കൊടുക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടെങ്കിലും അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്.
സർ പറഞ്ഞതുപോലെ ആ ഒരു ഫ്യൂച്ചർ എത്രയും പെട്ടെന്ന് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൽ നമ്മുടെ അടുത്തെത്തട്ടെ എന്ന് നമുക്ക് ലൈക്ക് ഹോപ്പ് ചെയ്യാം.